റളിയല്ലാഹു അൻഹു പറയാണ്, സഹാബിമാരിൽ ഒരു മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. മഹാനവർകൾ പറയുന്നു, ഞാൻ മഖ്ബറയുടെ അടുത്തുകൂടെ പോകുമ്പോ, മഖ്ബറയുടെ അടുത്തുകൂടെ ഒരു ഖബർസ്ഥാന്റെ അടുത്തുകൂടെ പോകുമ്പോ ഒരു ഖബറിൽ നിന്നൊരു മനുഷ്യനെ പുറത്തേക്ക് വലിച്ചിട്ടുന്നു. ആ മനുഷ്യന്റെ ശരീരത്തിൽ മുഴുവനും അതാ ചെങ്ങല ചുറ്റിക്കളഞ്ഞിട്ടുണ്ട്. ചെങ്ങലയിൽ ബന്ധിതനായ ഈ മനുഷ്യനെ അതാ ഉള്ളിലേക്ക് വീണ്ടും വീണ്ടും വലിച്ചു കൊണ്ടുപോകുന്നു. പിന്നാലെ നിന്നിട്ടൊരാള് വലിക്കുന്നുണ്ട്. രക്ഷപ്പെടാൻ വേണ്ടി പുറത്തേക്ക് വന്ന ഈ മനുഷ്യൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഖബറിലേക്ക് തന്നെ വീണ്ടും അദ്ദേഹത്തെ വലിച്ചേച്ചു കൊണ്ടുപോയി. ആ മനുഷ്യനെ അടിക്കുന്ന ശബ്ദം പുറത്ത് വെച്ച് ഞാൻ കേൾക്കുന്നുണ്ട്. ആ മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, അലം അകുൻ ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നവനായിരുന്നില്ലയോ? അലം അകുൻ അഗ്തസിലു മിനൽ ജനാബ, ഞാൻ ജനാബത്തിൽ നിന്ന് കുളിക്കാറുണ്ടല്ലോ, കുളിക്കുന്നവനായിട്ടില്ലേ? അലം അകുൻ നസൂമു, ഞാൻ നോമ്പ് നോൽക്കുന്നവനായിട്ടില്ലേ? ജീവിതത്തിൽ ചെയ്ത സുഹൃതങ്ങൾ ഓരോന്നും ഓരോന്നും എണ്ണി 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 പറയുന്നു. പക്ഷേ അപ്പുറത്ത് അടിക്കുന്ന ആളെ മറുപടി, ബലാ, അതെ, നീ നിസ്കരിച്ചിരുന്നു, നോമ്പ് നോറ്റിരുന്നു, പലതും ചെയ്തിരുന്നു. പക്ഷേ വലാകിന്നക കുന്ത ഇദാ ഖലൗത ബിൽ മആസി ലം തുറാഖിബില്ലാഹ തആല, ഒറ്റക്ക് ദോഷം ചെയ്യുന്ന സമയത്ത് അല്ലാഹു നിന്നെ നോക്കുന്നുണ്ട് എന്നൊരു ചിന്ത, അല്ലാഹു നിന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്നൊരു ചിന്ത നിനക്ക് വന്നില്ലല്ലോ. ഒറ്റക്ക് ദോഷം ചെയ്യുന്നത്, അതേ മുഅ്മിനീങ്ങളെ, ഓരോ റൂമിലും ഇപ്പൊ ഏതാ ഒറ്റക്ക് ഉപകരണങ്ങളെയും സമീപിച്ച് ദോഷം ചെയ്യുന്ന ആളുകൾ എത്ര അധികമാണെന്നറിയുമോ? അന്തിപ്പാതിര നേരം വരെ, 2 മണി 3 മണി സമയം വരെ ഉപകരണങ്ങളിലൂടെ ചാറ്റിംഗ് നടത്തി, അന്യപെണ്ണിന്റെ ശരീരങ്ങൾ കണ്ട് അന്യപെണ്ണുങ്ങളോട് സംസാരിച്ച് ജീവിതത്തിൽ അതൊരു ഹോബിയാണെന്ന് മനസ്സിലാക്കി തികഞ്ഞ ഹറാമുമായി കഴിഞ്ഞുകൂടുന്നവര് ശരിക്കൊന്ന് ആലോചിക്കണേ. അതേ രൂപത്തിലുള്ള ഓരോ സന്ദർഭത്തിലും അല്ലാഹുവിന്റെ നിരീക്ഷണമുണ്ട്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ, അല്ലാഹു എപ്പോഴും നിരീക്ഷിക്കുന്നവനാണ്. ഒരു സമയവും അതിന് ഒഴിവില്ലല്ലോ, ഒരു സ്ഥലവും അതിന് ഒഴിവില്ലല്ലോ. ആ ഒരു നിലക്കുള്ള നല്ലൊരു ചിന്ത മുത്തഖീങ്ങളെ മനസ്സിൽ എപ്പോഴും